ഭഗവാന്റെ ഏഴാമത്തെ നാമം ഭാവ. ഭാവ എന്നാൽ അതായിത്തീരുക, ഭവിക്കുക എന്നർത്ഥം. ഇവിടെ ഭാവ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രപഞ്ചരൂപത്തിൽ സ്ഥൂലരൂപത്തിൽ കാണുന്നതെല്ലാം, സ്ഥൂലരൂപത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഭഗവാനാണ്. അതായത് എല്ലാറ്റിൻ്റെയും സത്ത് ആയിട്ടുള്ളത് ഭഗവാനാണ്, എസൻസ് ആയിട്ടുള്ളത് ഭഗവാനാണ്. എട്ടാമത്തെ നാമം പറയുന്നത് ഭൂതാത്മാ. അതായത് ഭൂതങ്ങളുടെ എല്ലാം ആത്മാവായിട്ടുള്ളത്, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ആത്മാവായിട്ട് വർത്തിക്കുന്നത്, അന്തര്യാമിയായിട്ട് വർത്തിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ആത്മാവിന് നാശമില്ല എന്ന് പറയുന്നത്. കാരണം എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ളത് ഭഗവാനാണ്, ഭഗവാന് നാശമില്ല. ഭഗവാൻ തന്നെയാണ് നമ്മുടെ എല്ലാം ആത്മാവ്. ഒമ്പതാമത്തെ നാമം ഭൂതഭാവന. എല്ലാ ഭൂതങ്ങളെയും ഭാവനം ചെയ്യുന്നത്, അതായത് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് ഭഗവാനാണ്. പത്താമത്തേത് പൂതാത്മാ. പൂതം എന്നാൽ പരിശുദ്ധം, ഏറ്റവും പരിശുദ്ധം എന്നർത്ഥം. വെളുത്ത നിറത്തോടൊക്കെ പൂത നിറത്തെ ഉപമിക്കാൻ പറ്റും. ഇവിടെ ഭഗവാൻ പൂത ആത്മാവാണ്. ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വസ്തുവിൽ അതല്ലാത്തതൊന്നും കലരില്ല. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഭഗവാൻ എല്ലാറ്റിലും കലരും, ഭഗവാനിലേക്ക് വേറൊന്നിനും കലരാൻ പറ്റില്ല. ഏറ്റവും പരിശുദ്ധമായ വസ്തുവിന്റെ പ്രത്യേകത അതാണ്. അതായത് പവിത്രമായിട്ടുള്ള സ്വരൂപം സ്വീകരിച്ചിട്ടുള്ള ഭഗവാനാണ് ഇവിടെ പൂതാത്മ എന്ന് പറയുന്നത് തന്നെ. ഭഗവാന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, ഒരു ഗുണങ്ങളെയും അവലംബിക്കാതെ നിൽക്കുന്ന ആളാണ് ഭഗവാൻ. എപ്പോഴാണ് എന്തെങ്കിലും ഗുണങ്ങളുണ്ട് എന്ന് നമ്മൾക്ക് തോന്നുന്നത്? ഭഗവാൻ സ്വേച്ഛയ, അതായത് സ്വന്തം ഇഷ്ടപ്രകാരം സത്വ രജ തമോ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ സ്വീകരിച്ച് ഒരു രൂപം സ്വീകരിക്കുന്ന സമയത്താണ് ഭഗവാൻ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് നമ്മൾക്ക് തോന്നുന്നത്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് സത്വം യത്തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം, ഏറ്റവും ശുദ്ധ സത്വസ്വരൂപമായിട്ടുള്ളതാണ് ഭഗവാൻ.